പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ പറയാൻ വെച്ചതാണ്. അതിൽ ശാരദാദേവിയുടെ കയ്യിൽ പറഞ്ഞ അക്ഷരമാലയും ഈ പറഞ്ഞ വീണയുമല്ല. പകരം ശാരദാദേവിയുടെ കയ്യിൽ ഒരു കയ്യിൽ സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ കിളി, മറ്റൊരു കയ്യിൽ ഗ്രന്ഥം, പുസ്തകം. അത് സരസ്വതി ദേവിയുടെ കയ്യിലുണ്ട്. പിന്നെ മറ്റൊരു കയ്യിലുള്ളത് കുംഭമാണ്. എന്താണ്? അമൃത കുംഭം. നിധികുംഭം അല്ല, അമൃത. ലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിധികുംഭമല്ലേ, ഇത് അമൃത കുംഭമാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ, 4 കൈകളിൽ. അതൊക്കെ ഞാൻ പറഞ്ഞത്. ഒന്ന് ഇതാണ്. എന്താണ് ഇതിനെന്താ പറയാ? അയ്യപ്പ ചിന്മുദ്ര. അപ്പം ചിന്മുദ്ര, കിളി, പിന്നെന്തായിരുന്നു? ഗ്രന്ഥം, പിന്നെന്തായിരുന്നു എന്ന് പറഞ്ഞത്? കുംഭം, നിധികുംഭം, അമൃത കുംഭം. ഓക്കെയാണോ? 4 കിട്ടിയല്ലോ. ഇനി ഈ 4 എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവം ഉള്ളിൽ വസിക്കത്തക്ക നിലയിൽ നമ്മളെ അങ്ങനെ സാത്വികനാക്കാനുള്ള വഴി? അത് ചൂണ്ടുമലയാണ്. ആദ്യം നമുക്ക് ഗ്രന്ഥം പരിശോധിക്കാം. ഗ്രന്ഥത്തിലേക്ക് വരാം. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പുസ്തകമല്ലേ. പുസ്തകം എന്ന് പറഞ്ഞാൽ അകം നിറയ്ക്കുന്നത് എന്നാണ്. അകം, നമ്മൾ ഭക്ഷണം കഴിച്ച വയറ് നിറയും, പുസ്തകം വായിച്ചാൽ എന്താവും? അകം മനസ്സ് നിറയും. അപ്പൊ ഈ പുസ്തകം എന്ന് പറയുന്നത് അത് എല്ലാ വിവരങ്ങളും മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള സകല കാര്യങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകത്തിനകത്തല്ലേ? അല്ലെ? പിന്നെ ഡിജിറ്റൽ സംവിധാനം ഉണ്ടെങ്കിൽ പുസ്തകത്തിലാണ് വിവരങ്ങൾ മുഴുവൻ ഉള്ളത്. അപ്പൊ അത് അറിവാണ്. അപ്പൊ അറിവ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആധ്യാത്മികമായ അറിവ് കൂടുതൽ പ്രാധാന്യത്തോടെ എടുക്കാം. ഭൗതികമായ അറിവിന് പ്രാധാന്യമുണ്ട്. രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇത് രണ്ടുമാണ് പറയുന്നത്. എന്നാലും നമ്മൾ ആവശ്യം പറയണം. അപ്പൊ ഈ ഗ്രന്ഥം നൽകുന്നത് നമുക്ക് അറിവാണ്. അപ്പൊ അറിവ് ആധ്യാത്മികമായ ആത്മാവിനെ സംബന്ധിച്ച, എന്നുവെച്ചാൽ ഈശ്വരനെ സംബന്ധിച്ചല്ലേ. ആരാണ് ഈശ്വരൻ, എന്താണ് ഈശ്വരൻ, എങ്ങനെ ഈശ്വരനെ നമുക്ക് കിട്ടും, ഈശ്വരനെ എങ്ങനെ നമ്മളെ അനുഗ്രഹിക്കും തുടങ്ങിയതല്ലേ എന്റെ അർത്ഥം നമ്മുടെ ലളിത മലയാളത്തിൽ. അപ്പൊ ആ ഈശ്വരാനുഗ്രഹം നേടാൻ അപ്പൊ നമുക്ക് ജീവിതത്തിന്റെ അവസാനം ഈ വീണ്ടും വീണ്ടും പുനർജന്മം, നമ്മുടെ വിശ്വാസം അതാണ്. നമുക്ക് സ്വർഗം നരകം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ പുനർജന്മം ഇല്ലാതെ ഏറ്റവും ഒടുവിൽ ഈശ്വരനിൽ വിലയം പ്രാപിക്കുക എന്നതാണല്ലോ. അതാണ് നമ്മളെ മോശം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു തരുന്ന ആദ്യം നമുക്ക് ഗ്രന്ഥം നോക്കാം. ഒരു ഗ്രന്ഥത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കും? അഥവാ പുസ്തകത്തിലൂടെ. പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നതുപോലെയുള്ള ദർശനങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? അറിവാണ്. ഈശ്വരനെ സംബന്ധിച്ച ആധ്യാത്മികമായ അറിവ്. പ്രാർത്ഥിക്കാൻ പോയാലും അത് തന്നെയല്ലേ കിട്ടുന്നത്, ധ്യാനിച്ചാലും അത് തന്നെയല്ലേ കിട്ടുന്നത്, പ്രസംഗം കേട്ടാലും അത് തന്നെയല്ലേ കിട്ടുന്നത്. ശരിയാണോ? അപ്പൊ എല്ലാത്തിനും എന്താ കിട്ടുന്ന? അറിവ് തന്നെയാണ്. അതിലിപ്പോ ഗ്രന്ഥം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഒരു ഗ്രന്ഥം അഥവാ ഇതുപോലെ ആധ്യാത്മികമായ അറിവ് ലഭിച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെ മാറും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ എന്റെ കയ്യിലുണ്ട്. അത് രത്നാകരന്റെ കഥയാണ്. ഏത് രത്നാകരൻ? കിട്ടി ഇല്ലേ? ഏതാ? വാൽമീകിയായ രത്നാകരൻ. വാൽമീകിയായ രത്നാകരന്റെ പൂർവാശ്രമം എന്ന് പറയുന്നത്, വാൽമീകിയുടെ പൂർവാശ്രമം എന്ന് പറയുന്നത് രത്നാകരനാണല്ലോ, അല്ലേ? മാർഗക്കാരനല്ലേ? അപ്പം അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പണി വഴിക്ക് പോകുന്നവരെ മുഴുവൻ പിടിച്ചു നിർത്തി തട്ടിപ്പറിച്ച് പിടിച്ചു പറിച്ച് തലയ്ക്ക് അടി കൊടുത്ത് അത് കൊള്ളയടിക്കലല്ല. അങ്ങനെ കൊള്ളയടിച്ച് കട്ടുകൊടുത്ത് തിന്നുന്ന ഒരു കാട്ടാളന്റെ വേഷത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ പിടിച്ചു പറിച്ച് ജീവിക്കുന്നതിനിടയിലാണ് രണ്ടു തരത്തിൽ പറഞ്ഞു നാരദമഹർഷി കണ്ടു എന്ന് പറയുന്നത്. കൂടുതൽ പറയുന്ന സപ്തർഷികളെ പറ്റിയാണ്. അതാ കൂടുതൽ പറയുന്നത്. അപ്പൊ സപ്തർഷികൾ അതിൽ വന്ന വഴിക്ക് എന്ത് ചെയ്തു? ഈ പറയുന്ന രത്നാകരൻ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കാൻ നോക്കി. അങ്ങനെ കൊള്ളയടിക്കാൻ നോക്കിയപ്പോ സപ്തർഷികൾ പറഞ്ഞു, നീ വിചാരിക്കുന്നതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് ചോദിച്ച് പറഞ്ഞ്, അതായത് ആ സപ്തർഷികളുടെ എന്താ പറയാ ചൈതന്യധന്യമായ മുഖത്തു നിന്ന് അവന്റെ ഉള്ളിലേക്ക് ഈ അത്യാവശ്യം അറിവ് മെല്ലെ പകരുകയാണ് ആ വാക്കുകളിലൂടെ. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, നീ ചെയ്യുന്ന മഹാപാപത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ചെയ്യുന്ന പാപത്തിന് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് നിനക്ക് അറിയാമോ? നീ നരകത്തിൽ പോകും, നിനക്ക് ഇതിന് അനുഭവിക്കേണ്ടി വരും, പുനർജന്മം ഉണ്ടാകും, അതൊക്കെ പറയണം. അപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, അങ്ങനെയുണ്ടോ? ഞാൻ ഈ പിടിച്ചു പറിക്കുന്ന, അപ്പൊ നീ തട്ടിപ്പറിക്കുന്ന ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന്റെ പാപഫലം മുഴുവൻ നീ അനുഭവിക്കട്ടെ. ആ പാപമെല്ലാം വേറെ ആരെങ്കിലും ഏറ്റെടുക്കോ? എന്റെ ഭാര്യ മക്കളും ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതും നടക്കുമെന്ന് ചോദിച്ചു. അപ്പോ പിന്നെ എന്നാ നാം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. വേഗം വീട്ടിൽ പോയി ചോദിക്കുന്നു. ഭാര്യ മക്കളും പറഞ്ഞു, പിടിച്ചോട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പാപം നിങ്ങളെ കേട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കിടുമെന്നേ വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തു. അപ്പോൾ മോനെ, നീ ചെയ്തിട്ടുള്ള വലിയ വലിയ പാപങ്ങളുണ്ടല്ലോ, അതിന്റെ എല്ലാ തരത്തിലുള്ള എന്താണ് ശിക്ഷകൾ നീ ഏറ്റുവാങ്ങേണ്ടി വരും, നിനക്കത് സഹിക്കാൻ പറ്റാത്ത വലിയ ദുരന്തമാണ് നീ ചെയ്തതെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അയാൾ വേണ്ടിപ്പോയി. അപ്പൊ അയാളുടെ ഉള്ളിൽ വെളിച്ചം കയറി. അപ്പൊ അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ചൈതന്യം ഉണർന്നതിന്റെ അർത്ഥം അയാൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾക്ക് എന്ത് പ്രായശ്ചിത്തമാണ് എനിക്ക് ഈ വലിയ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം നൽകാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രായശ്ചിത്തത്തിന് വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സപ്തർഷികൾ അയാൾക്ക് അറിവ് പകർന്നു കൊടുത്തു. നീ പോയിട്ട് ഈശ്വര സന്നിധിയെ അഭയം പ്രാപിക്കുക. അതിന് നീ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കുക, ഗാഠമായി ദൈവത്തെ അർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. ഇങ്ങനെ കൊള്ളൻ ചെയ്തത്. അപ്പൊ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്?
പറയുന്നത് അവരെ പ്രാർത്ഥിക്കാൻ ഒന്നും അറിയില്ല. ഇന്ന് വരെ മൂപ്പരും ഈ പല്ല് തേക്കുന്ന ബ്രഷും കണ്ടിട്ടില്ല, ടങ് ക്ലീനറും കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല. ആകെ പിടിച്ചു പറിക്കാൻ അറിയുന്നത്, എനിക്ക് എന്ത് പറയാം, ആകെ അറിയുന്നത് മര കൊല്ലുക എന്നുള്ളതാണ്. ഒന്നും പിടിക്കാൻ മര 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 ഹിന്ദിയില് സംസ്കൃതത്തിലൊക്കെ. അപ്പൊ അതേ പറയാൻ അറിയത്തുള്ളൂ. എന്നാൽ ഞാൻ അതിന്റെ പറഞ്ഞാൽ പറഞ്ഞു മരാമ രാമ 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 എന്നുണ്ടായി. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു തരുമോ ഈ മരാമരാന്ന് മലയാളത്തിൽ പറഞ്ഞത്, മലയാളം അല്ലല്ലോ. അപ്പൊ അതെന്നാ പിന്നെ ഇപ്പോഴാണ് ഉദിച്ചതിന്റെ സ്വാമികളാന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വ്യക്തമാക്കി തന്നു. മര എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വാക്ക് അയാൾക്ക് അതേ അറിയുള്ളൂ, കൊല്ലുന്നത്. അതിൽ നിന്നാണ് ഇത് ഉണ്ടായെന്ന. ഈ മരാമരാന്ന് അയാൾക്ക് അറിയുന്ന വാക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അതിലൂടെ അതാണ് എങ്ങനെയും നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാലോ. അപ്പൊ അങ്ങനെ മരാമരാമരാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഈ അത്യുൽക്കടമായ അതിതീഷ്ണമായ ആഗ്രഹം, ചെയ്തുപോയ മഹാപാപങ്ങളിൽ നിന്ന് എങ്ങനെയും പ്രായശ്ചിത്തം ചെയ്ത് എനിക്ക് മോചനം ഉണ്ടാവണം, മഹാപാപങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം എനിക്ക് കിട്ടുമെന്നുള്ള അത്യുൽക്കടമായ ആഗ്രഹത്തിൽ നിന്ന് അതിൽ മാത്രം അയാള് മനസ്സുറപ്പിച്ച് പിന്നെ നടക്കുന്ന ഒന്നും അയാൾക്ക് അറിയാം. അവിടെ പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ ധ്യാനത്തിൽ മുഴുകി ഇടിവെട്ടി മഴ പെയ്തിട്ടും കൊടുങ്കാറ്റടിച്ചിട്ടും ഒന്നും അറിയാത്ത വിധത്തിലുള്ള അത്യന്തം ഏകാഗ്രതയിൽ ലയിച്ചിരുന്ന് തപസ് ചെയ്ത് സപ്തർഷികൾ തിരിച്ചു വന്ന് അതേ മണ്ണിൽ മൂടിയിട്ട് പോലും അറിഞ്ഞില്ല. അത് പൊട്ടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ആരായത് വാത്മീകി മഹർഷി എന്ന പേര് വരുന്നത്. ശരിയാണല്ലോ. ആ വാത്മീകി മഹർഷി പിന്നീട് നമ്മുടെ നദീതീരത്ത്, അതായിരുന്നു നദിയുടെ പേര് തമസാനദിയുടെ ഇതിൽ പോയിട്ട് പ്രാർത്ഥനാ നിർഭരനായി നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു വേടൻ വന്നിട്ട് രണ്ട് പക്ഷികളിൽ ഒന്നിനെ, ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് താഴെയിടുകയാണ്. ആ അമ്പേറ്റ പക്ഷി പ്രാണവേദനയാൽ നിലത്ത് കിടന്ന് പിടയുന്നു. കൂട്ടത്തിൽ ഇടയായിരുന്ന പക്ഷി തന്റെ കൂട്ടുകാരനെ അമ്പെയ്ത് കൊല്ലുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ചിറകടിച്ച് അലമുറയിട്ട് കരഞ്ഞ് വട്ടമിട്ട് നടക്കുന്നതും കണ്ടപ്പോ ആ സന്യാസിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അപ്പോൾ തന്നെ മാനുഷാദ പ്രതിഷ്ഠാന്ത മകന ശാശ്വതി സമാഹ യത്ക്രൗഞ്ച വിദുനാദേക അവധീഹി കാമമോഹിതം എന്നാണ് ശപിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് രത്നാകരനായിരുന്നെങ്കിലോ. ഇദ്ദേഹം ഇങ്ങനെ ഈ സാത്വികനായി മാറി, ഇങ്ങനെ ഈശ്വരജ്ഞാനം നേടി, ഇങ്ങനെ ത്രികാലജ്ഞാനിയായി മഹാപണ്ഡിതനായി വരുന്നത് വരെ ഇതിനു മുമ്പ് സാധാരണ കാട്ടാളനായി ജീവിച്ച രത്നാകരനായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അയാളോട് വിളിച്ച് അയാൾ അതിനെയും കൂടെ അമ്പെയ്തിടാൻ പറയും, അതിനെ കൂടി അമ്പെയ്തിടെന്ന് പറയും. എന്നിട്ടൊരു അടി നടക്കാൻ സാധ്യതയുണ്ട്. എന്താ, ഒന്നെനിക്ക് വേണം, ഒന്നെനിക്ക് തരണം, അങ്ങനെയാണ്. ശരിയാവും തെറ്റോ? അപ്പോൾ സപ്തർഷികൾ നൽകിയുള്ള ആത്മജ്ഞാനത്തിൽ നിന്ന് ഒരു മനുഷ്യ മനസ്സിന്റെ പരിവർത്തനം എത്ര വലുതാണ് തിരിഞ്ഞു കിട്ടിയോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരിയായ അറിവ് മനുഷ്യന് പകർന്നു നൽകിയാൽ തീർച്ചയായിട്ടും മനുഷ്യൻ എന്തായി തീരും, ദൈവത്തെ പോലെ പരിശുദ്ധനായി മാറും. സംശയമില്ലല്ലോ. ഇനി എത്ര ഉദാഹരണമാണെങ്കിലും പറയാനുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞ് നേരം പോകുമല്ലോ എന്നൊരു സങ്കടമുണ്ട്. അതിൽ ചെറിയ ഉദാഹരണം പറയാം. ഒരു അധ്യാപകൻ ഇതുപോലെ ക്ലാസ്സിൽ പാഠങ്ങളോടൊപ്പം നമ്മുടേതുപോലെ സനാതന ധർമ്മം കൂടി പഠിപ്പിക്കുന്ന ഒരു നല്ല അധ്യാപകൻ ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ അധ്യാപനം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അസുഖമില്ലല്ലോ അല്ലേ? ആരൊക്കെ അറിയാം, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതൊക്കെ പറഞ്ഞു കൊടുക്കാതിരിക്കുമല്ലോ. അതാണ് അധ്യാപകൻ ഉറപ്പാണ്. അപ്പൊ അത് പറയുന്ന ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം എനിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മോനമാഷല്ലേ മാഷ ക്ലാസ്സിൽ അത് വിചാരിച്ചോളൂ. അപ്പൊ ഈ മോനമാഷ ഞാൻ പ്രതീകാത്മകമായി പറഞ്ഞോട്ടെ, മോനമാഷെ ഓടിക്കൂലല്ലോ. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാഷ്. അദ്ദേഹത്തിന്റെ സുഹൃത്താകുമ്പോൾ എനിക്കെന്തും പറയാം. അപ്പൊ എന്താ വെച്ചാല് മാഷ ക്ലാസ്സിൽ 49 കുട്ടികളുണ്ട്. ഈ 49 കുട്ടികളിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടീന്റെ പേര് എന്താണ്, ഇന്ദു. ഈ ഇന്ദുവിന്റെ അമ്മ ആശുപത്രിയിലാണ്. വീട്ടിലൊരു നിവൃത്തിയിൽ അരി പഠിക്കാൻ പൈസയില്ല, വളരെ പട്ടിണിയാണ്. അത് സാറിന് അറിയാം. നേരത്തെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ വിഷു വന്നു കഴിഞ്ഞപ്പോ മാഷക്ക് തോന്നി ഈ ആശുപത്രി കിടക്കുന്ന കുട്ടിക്ക് അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സഹായം നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. അപ്പൊ ഈ ക്ലാസ്സിൽ വെച്ച് ഈ കുട്ടിക്ക് ഇങ്ങനെ ദരിദ്രാവസ്ഥയിലാണ് കൊടുക്കരുതെന്നുള്ളത് കൊടുക്കണമെന്ന് മാഷ് പറയില്ല. കാരണം കുട്ടിക്ക് അത് അവമാനം. അങ്ങനെയല്ലേ, നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും അരിയും കൊണ്ട് ഫോട്ടോ എടുത്ത് പത്രത്തിലുള്ള പരിപാടിയില്ല, അതൊക്കെ പത്രങ്ങൾ നിർത്തി. കാരണം അവരെ അവമാനിക്കുകയാണ്. അത് മാഷക്കാരെ കൊണ്ട് മാഷ് വെളിപ്പെടുത്താതെ എന്ത് ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്തവണ വിഷുവിന് നമുക്കൊരു കൈതീട്ടം കൊടുക്കണം ഒരു കുട്ടിക്ക്. ആർക്കും എവിടെയും കൊടുക്കാട്ടോ. നിങ്ങൾ 49 പേരില്ലേ, നിങ്ങൾ ഓരോരുത്തരും 100 രൂപ കൊണ്ടുവരില്ലേ, ഞാനും കൊണ്ടുവരാം. അപ്പൊ എത്ര 5000 ആയില്ലേ? 5000 ആയില്ലേ? 49 100 പ്ലസ് സാധനം തരും. എന്നിട്ട് നമുക്ക് ഒരു കുട്ടിക്ക് നറുക്കിട്ട് കൊടുക്കാം. എല്ലാവരും പൈസ കൊടുക്കും. 2 പെട്ടി മാഷോട് വെച്ചു. 2 പെട്ടി വെച്ചിട്ട് ഒന്നിൽ മാഷ് പറഞ്ഞു നിങ്ങൾ പൈസ ഇടാം, എല്ലാവരും പൈസ ഇട്ടു. അപ്പുറത്തെ പെട്ടിയില് നിങ്ങളുടെ പേരെഴുതിയിട്ടാണ്. ഈ പേരെഴുതിയിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നറുക്കെടുത്തിട്ട് നിങ്ങളിൽ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് നിങ്ങൾ ഈ പൈസ കൊടുക്കാം. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു കടലാസിൽ പേരെഴുതിയിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് അത് നറുക്കെടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൽ ആർക്കാണോ കിട്ടുന്നത് ആ കുട്ടിക്ക് കൊടുത്താൽ പോരെ. എന്നിട്ട് മാഷിങ്ങനെ മാറിയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ ഈ കുട്ടിക്ക് കിട്ടണേ പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് മാഷ് കുട്ടിയെ വിളിച്ചിട്ട് ഒരു നറുക്കെടുത്തു. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് മാഷ് മനസ്സിൽ വിചാരിച്ച അതേ കുട്ടിയുടെ പേര്. പക്ഷെ മാഷ മനസ്സിൽ എന്തോ ഒരു എന്താ അറിയാനൊരു ജിജ്ഞാസ.
എല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഈ പെട്ടി എടുത്ത് ക്ലാസ് തീരുന്നതിന് മുമ്പ് ഷാപ്പൂരിൽ അത്ര തിരക്കായിരുന്നു ഓടിപ്പോയി. അവിടെ കൊണ്ടുവന്നിട്ട് പെട്ടി പൊട്ടിച്ച് വായിച്ചു നോക്കി, എല്ലാം ഹിന്ദുവാണ്. ഈ സകല 49 കുട്ടികളും എഴുതിയത് ആ കുഞ്ഞിന്റെ പേരാണ്. പഠിച്ചതാരാ? മാഷ് ഞാൻ പറഞ്ഞൊരു പ്രതീകമാണ്. ആ മാഷ് ഇതുപോലെ ഈ കുട്ടികളുടെ ഉള്ളിൽ ഈ സാത്വികമായിട്ടുള്ള മൂല്യങ്ങൾ പകർന്നു നൽകിയാൽ കുട്ടികൾ നന്നാവില്ലയോ? സാത്വികി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പുരാണത്തിലാണെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവില്ലയോ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലേ? അതാണ്. അപ്പൊ അതാണ് നമ്മളിത്. അപ്പൊ പുസ്തകത്തിന്റെ പ്രാധാന്യം നീട്ടി വലിക്കണം. ദേവി ഗ്രന്ഥം കൈ പിടിച്ച് പറഞ്ഞെന്നാന്നൊക്കെ മനസ്സിലായില്ലേ? ഈ ഗ്രന്ഥം പഠിച്ചാൽ അഥവാ അറിവ് നേടിയാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈശ്വരനെത്തുന്ന ആ നേരത്തെ പറഞ്ഞ കുണ്ടലീകമാകും, നിർമ്മലമായ കുണ്ടലീകം. സമ്മതിച്ചല്ലോ. എന്നാൽ അത് മാത്രം പോരാ, പിന്നെ ഒരു കാര്യം കൂടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്മുദ്രയാണ്. ഈ ചിന്മുദ്ര എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം. അത് പ്രധാനമായിട്ട് 1-2 ആശയങ്ങളുണ്ടല്ലേ സർ? അതിൽ ഒന്ന്, ഇത് ജീവാത്മാവല്ലേ? ഇത് ഈ വിരൽ സൂചിപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് കേട്ടോ. ഇത് എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ചൂണ്ടുവിരൽ ജീവാത്മാവ്, ഇത് പരബ്രഹ്മം അഥവാ പരമാത്മാവ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഇത് സൂചിപ്പിക്കുന്ന ഒരു തത്വം. ഇത് രണ്ടും ഒന്നാണ്, രണ്ടല്ല, അദ്വൈതമാണ്. ഈശ്വരനും പരമാത്മാവും കേൾക്കുന്നതല്ലേ അല്ലെ? പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ധാരാളമുണ്ട്. തത്വമസി, അയ്യപ്പോ അത് താൻ തന്നെയാണോ അല്ലേ? നമ്മുടെ വ്രതമെടുത്ത് 18-ാം പടി കയറി നേരെ കേൾക്കുന്നത് സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പനാണ് തത്വമസി. നീ വിളിക്കുന്ന അയ്യപ്പൻ, അതായത് ഞാനും നീയും ഒന്നാണോ. പക്ഷെ അവിടെ പൂജാകാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് ഇല്ലേ ഇപ്പോഴും ഒന്നായിട്ട് കാണുന്നില്ല. അത് നമുക്ക് ശ്രമിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടികിട്ടിയോ? ഒരാശയം മനസ്സിലായോ? ഈ ചിന്മുദ്രയിൽ ഒന്ന് സൂചിപ്പിക്കുന്നതാണ് ജീവാത്മാവ് പരമാത്മാവും ഒന്ന് തന്നെയാണ്. സർവം ഖല്ലിതം ബ്രഹ്മം, സകലതും ഒന്നാണ് അല്ലെ? നേരത്തെ നമ്മൾ ചൊല്ലില്ല, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കൂടെ സാമഗ്രിയായതും സകലതും ഒന്ന് തന്നെയാണ്. നീ സത്യം ജ്ഞാനമാണെന്നും നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ. അതാ ദൈവദർശനത്തിലുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലായല്ലോ. ഇനി വേറൊന്നും, ഈ വിരലിത്ര കുഴപ്പമുള്ളതാ അഹങ്കാരം. ഇത് ഇത്തിരി പുള്ളിയ അഹങ്കാരം. അപ്പൊ ഈ അഹങ്കാരം ഉള്ളയാൾക്ക് ദൈവത്തിനടുത്തെത്താൻ പറ്റുമോ? നേരത്തെ നമ്മൾ കണ്ടതാ താമരയിലും. അഹങ്കാരം ഉള്ളയാൾക്ക് എന്ത് പറ്റില്ല? ഈ ബ്രഹ്മത്തിലെത്താൻ പറ്റുമോ? അഥവാ ഈശ്വരനെത്താൻ പറ്റുമോ? അഹങ്കാരം ഒന്ന് വളയണം. ഓർമ്മയില്ലേ ആ തല കുനിക്കുന്നത്? അപ്പൊ ഇതിൽ അങ്ങനെ ഒരു ആശയം കൂടി ഉണ്ട്. അഹങ്കാരത്തെ വെടിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈശ്വരന്റെ അടുത്ത് ഈശ്വരാനുഗ്രഹം കിട്ടൂ, ഈശ്വരൻ എത്താൻ പറ്റൂ. ക്ലിയർ ആയോ? അപ്പൊ 2 ആശയം പഠിച്ചില്ലേ? ഒന്ന്, അറിവ് നേടണം, പുസ്തകം. 2 എന്താണ്? 2 അഹങ്കാരം വെടിയണം. അങ്ങനെ ആയാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ദേവിയുടെ അമൃത് കിട്ടും. കയ്യിലിരിക്കില്ലേ അമൃതകുംഭം? ഉണ്ടോ? എന്താണ് ദേവിയുടെ കയ്യിൽ അമൃതകുംഭത്തിലുള്ളത്? അറിവാകുന്ന അമൃതല്ലേ? അറിവിന്റെ അമൃതല്ലേ? അപ്പൊ അത് കിട്ടുന്നത് വേണം, അനുഗ്രഹം അല്ലേ? ഇത് മലയാളം. ദേവിയുടെ അമൃതം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയല്ലേ സാധാരണ കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് വേണം? അറിവ് നേടി മനസ്സെന്താക്കണം? ശുദ്ധമാക്കണം. അഹങ്കാരം വെടിയണം. അങ്ങനെയുള്ളവർ ഉപാസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, വിളിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ദൈവം നമ്മുടെ അരികിലേക്കും അമൃത് തരും. അമൃത് കിട്ടിയാൽ എന്താ ഗുണം? നമുക്ക് ചിരഞ്ജീവികളാകാന്നുള്ളതല്ലേ ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരില്ലേ? രോഗം, ദുഃഖം, ദുരിതം എല്ലാം അമൃത് പാനം ചെയ്താൽ മാറില്ലേ? ഏതമൃത്? ഈശ്വരാനുഗ്രഹമാകുന്ന അമൃത് കിട്ടിയാൽ, ഭഗവതിയുടെ അനുഗ്രഹം കിട്ടിയാൽ നമ്മുടെ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ മാറൂലേ? എത്ര വലിയ തത്വമാണ് ആ ഭഗവാൻ നമ്മുടെ ശാരദാദേവിയെ ഇതിൽ പറയുന്നത്. സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മൂർത്തി തന്നെയാണ് ശാരദയിലുള്ളത്. ഗുരുദേവൻ തന്നെയല്ലേ? പരബ്രഹ്മമല്ലേ? എല്ലാം ഒന്നല്ലേ? അതങ്ങനെയാണ് ഇപ്പം കാണുന്നത്. ഗുരുദേവൻ ഏറ്റവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട 2 പ്രതിഷ്ഠ നടത്തിയത്. ഒന്ന് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ, പിന്നെ ശാരദാദേവി. ബാക്കിയൊക്കെ ഓരോ പ്രദേശത്തെ ഭക്തജനങ്ങൾ താല്പര്യപ്രകാരമല്ലേ പ്രതിഷ്ഠ നടത്തി. നമ്മൾ ശ്രീകണ്ഠേശ്വരമൊക്കെ അങ്ങനെയല്ലേ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മനസ്സിലാക്കി എന്തായി? നമ്മൾ എവിടെത്തി? അറിവ് നേടി, മനസ്സ് ശുദ്ധമാക്കി, അഹങ്കാരം വെടിഞ്ഞ് നമ്മൾ നല്ല വഴിക്ക് ചെന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ ദേവി ആ അനുഗ്രഹമാകുന്ന അമൃത് നമുക്ക് തന്നു. നമുക്ക് സങ്കടങ്ങളൊക്കെ നീക്കി ഏറ്റവും ജീവിതത്തിന്റെ അവസാനം ആ പരമപാദത്തിൽ ലയിച്ചു ചേരുന്ന മുക്തിയും തരുന്നില്ലേ? ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായോ? അപ്പൊ തത്തയുടെ പണി എന്താ? കിളി. ഇത് നാട്ടുകാരോട് പറയണ്ടേ? അതാ പുള്ളിയുടെ പണി. കിളി എന്ത് ചെയ്യണം? പാടി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ആർക്ക്? വരുന്നവർക്ക് മുഴുവനും ഈ മഹത്തായ ദർശനം, തത്വം പറഞ്ഞു കൊടുക്കുക എന്ന പ്രതീകമാണ് ആര്? ശുകം അഥവാ തത്തയും.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ, ശാരദാദേവിയെ ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചത്, ആ പ്രതിഷ്ഠ മഠത്തിൽ പ്രതിഷ്ഠിച്ചത് നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുക എന്നത് മാത്രമല്ല, ഇതുപോലുള്ള മഹത്തായ തത്വങ്ങൾ ജീവിത വിജയത്തിന് അനിവാര്യമായ ആധ്യാത്മികവും ഭൗതികവുമായ മോക്ഷത്തിന് മോചനത്തിന് വേണ്ടിയുള്ള മുഴുവൻ അറിവുകളും ജനങ്ങൾക്ക് പകർന്നു നൽകാൻ കൂടിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ? അപ്പൊ ഭഗവാനെ മനസ്സിലാക്കി ശ്രീനാരായണ ഗുരുദേവന്റെ അതാണ് ഗുരുദേവൻ പറഞ്ഞത്, നിങ്ങൾ തീർത്ഥാടനത്തിന് വരികയാണെങ്കിൽ ശാരദാദേവിയെ തൊഴാം, കുഴൽ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം. അല്ലെ, ഇനി നമുക്ക് ശിവഗിരി കൂടെ അല്പം കൂടെ പറഞ്ഞാൽ ഏതാണ്ട് സമയം അതിക്രമിച്ചതുകൊണ്ട് അല്ലെ സാറേ, അല്ലേ നേരെ പോയില്ലേ, ഇവർക്കൊക്കെ വീട്ടിൽ പോട്ടെ, ഇവർക്ക് പേടിയാ പോയി. അപ്പൊ ഞാൻ ഇനി അധികം വേണ്ടല്ലോ, അതിന് കൂടുതൽ നീട്ടാൻ പറ്റും. നിങ്ങൾ ഞാൻ വരുന്ന പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വരില്ല, അതാ വേണ്ടി അല്ലേ? പക്ഷെ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ വെറുതെ ഒന്നും പറയുന്നില്ല, അല്ലേ? ആണോ? നമുക്ക് ഉപകാരമുള്ള കാര്യം തെരഞ്ഞു പിടിച്ച് മാത്രമേ ഞാൻ പറയാം. അത് അമ്പലത്തിൽ പ്രഭാഷണത്തിന് വരും. നമ്മൾ അത് ഒരുപാട് തത്വങ്ങളിൽ അങ്ങനെയല്ല പോവാം. ഞാൻ ആഗ്രഹിക്കുന്നത് ആ വന്നിരിക്കുന്ന ആളുകളിൽ ഒരു കാര്യമെങ്കിലും ശരിയാണോ? അതെനിക്കൊരു ഓർമ്മയുള്ളത്, ഒരിക്കൽ ഈ SNDP കുടുംബ സമൂഹത്തിൽ പോയിട്ട് 15 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ 2-3 അമ്മമാര് പറഞ്ഞത് അതൊക്കെ നമുക്ക് ഹൃദയത്തിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാലത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഓർമ്മയുള്ളത് എന്താ പറയാം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് നമ്മുടെ മക്കളിലൂടെ നമ്മൾ വിചാരിച്ച് നേടിയെടുക്കാന്ന് പറഞ്ഞിട്ട് അതിനൊരു ക്ലാസ് എടുക്കാം. ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് ഇപ്പം ഇതുപോലെ പരിപാടി കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി യോഗത്തിൽ സംസാരിക്കുന്നത് എല്ലാവരും അടുത്തു ഒന്നായി തീരുന്ന കുടുംബത്തെ പോലെ. അപ്പൊ പറഞ്ഞു, എന്റെ മാഷേ അന്ന് മാഷ് പറഞ്ഞില്ലേ ഇങ്ങനെ മക്കളുടെ ജീവിതത്തിൽ അല്ലെ നമുക്ക് കഴിയാതെ മക്കളൊക്കെ നേടാം, എന്റെ മോന് ടീച്ചറാ മാഷേ. അവൻ ജോലി വന്നിട്ട് റബ്ബർ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം. ആ പാവ സ്ത്രീ റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ട ആ സ്ത്രീ അവരുടെ മകള് ടീച്ചറായ കാര്യം മറ്റൊരാളൊക്കെ പറയണേ എന്റെ മോൻ ഇപ്പൊ എഞ്ചിനീയറാണ്. അപ്പൊ ഈ നിലയിലേക്ക് മാറാൻ നമ്മുടെ ഒരു ചെറിയ വാക്കായിരിക്കും. മനസ്സിലായോ? അതാണ് ഞാൻ കൂട്ടെടുത്തോ. നിങ്ങൾക്ക് അനുഭവമില്ലേ? ചിലപ്പോൾ നിങ്ങളൊരു കുട്ടീനെ വിളിച്ചിട്ട് നല്ലോണം ഉപദേശിച്ച് എന്തായി ഒറ്റ ഇതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടി മാറൂലേ? അത് നമ്മുടെ കഴിവിന്റെ അല്ല, ആ മതതത്വത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടുകയും ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയാൽ അങ്ങനെയാണ് പരമാവധി എന്ത് ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ലേ സാർ, അതല്ലേ വേണ്ടത്. അല്ല നമ്മൾ ഒരേ വലിയ തത്വമൊക്കെ പറഞ്ഞാൽ അതെല്ലാം കേൾക്കുന്നത് മറന്നുപോയി അല്ലേ? അതൊരു കാര്യമില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ സത്യത്തിൽ അറിവ് കൊണ്ടല്ലേ എല്ലാവരും മാറ്റിയെടുത്തത്. ഗുരുവിനെ കുറിച്ച് തന്നെ നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും പ്രധാനമായിട്ട് ജ്ഞാനനിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുതുന്മീലിതം യേന അല്ലെ തസ്മൈ ശ്രീ, അതെല്ലാം അറിയാലോ അല്ലേ? അറിയില്ലെങ്കിൽ ഇവർ പറഞ്ഞില്ല, ഇവർക്കൊക്കെ അറിയാം, അതിന് സമയമില്ല. അതാണ് ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ലക്ഷ്യം സാറ് നേരത്തെ പറഞ്ഞു തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ചുരുക്കി കുറച്ച് പറയാം. ശ്രീനാരായണ ഗുരുദേവൻ സത്യത്തിൽ തിരുവവതാരം എടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യം നേരത്തെ അദ്ദേഹം ചൊല്ലിയതാണ്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്ന് എന്താ പറയാ വാക്കുകൾ പിരിച്ച് അങ്ങനെ ആലോചിച്ചായിരുന്നു. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒന്ന് ആലോചിക്കുകയെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. സഹോദരന്മാരെ പിടികിട്ടിയോ? ഇവർക്ക് അറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും കേട്ടോ, ഞാൻ പറഞ്ഞു തെറ്റായിരിക്കും. ജാതി ഭേദമില്ലാതെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജാതി ഇല്ലാതെയാണോ ജാതി ഉണ്ടായിട്ടാണോ? ജാതിയിൽ ഭേദമില്ലാതെ. അതായത് ഗുരുദേവൻ പറഞ്ഞത് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യര് എല്ലാ കാലത്തും ഒറ്റ ജാതിയുള്ളൂ. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർബോധവും ഗവാമേധ നേതത്വം എത്തിയോ. പക്ഷെ മനുഷ്യന് ഒറ്റ ജാതിയുള്ളൂ. അത് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമോ? കേട്ടിട്ടുണ്ടോ ഇതുവരെ? എല്ലാവരും സംബന്ധിച്ച് ഇപ്പൊ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ച് ഏത് സമുദായക്കാരും കൊണ്ട് എന്ന് പറയും മനുഷ്യന് ഒറ്റ ജാതിയുള്ളൂ. എന്നാൽ അവരുടെ ജാതി മാറുമോ? ജാതി ഇപ്പോഴും നിൽക്കുന്നില്ലേ? അത് ഇവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ അതറിയാം. അതുകൊണ്ട് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് മനസ്സിലായോ? ജാതി ഭേദമില്ലാതാക്കിയാൽ മതി. പിടികിട്ടിയോ? എപ്പോഴാണ് ഈ ജാതി പ്രശ്നമാകുന്നത്? ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് വിവേചനം ഉള്ളപ്പോഴല്ലേ? ഞാൻ ഇപ്പൊ ബസ്സിലെ കാര്യം വന്നത് എന്നോട് ക്ലീനർ ജാതി ചോദിച്ചില്ല. എന്താ കാര്യം എന്ന് പറയും? കണ്ടക്ടറും ചോദിച്ചില്ല. എന്താ കാര്യം? ആ ബസ്സിന്റെ അടുത്ത് ജാതി അടിസ്ഥാനത്തിൽ സീറ്റില്ല. അവിടെ എല്ലാ ജാതിക്കാർക്കും തുല്യതയില്ല. അപ്പൊ പ്രശ്നമുണ്ടോ? അപ്പൊ ആ വണ്ടി ഇരിക്കുന്നവരെല്ലാവരും ഒരു ജാതി പോലെയല്ലേ? പിടികിട്ടിയോ സാർ? ഒരു വഴക്കില്ലാതെ അതാണ് ജാതി ഭേദം മാറുക. പിന്നെ മതദ്വേഷം മാറുക. ദ്വേഷം വഴക്ക്. അതിനാണ് ഗുരുദേവൻ സർവമത സമ്മേളനം നടത്തിയത്. അപ്പൊ ജാതിയിലുള്ള വ്യത്യാസം മാറി സമത്വത്തോടെ. പിന്നെ മതദ്വേഷം അഥവാ വിദ്വേഷം മാറിയ സഹോദരിയല്ലേ? അപ്പൊ സഹോദരത്തോടെയും സമത്വത്തോടെയും ഉദരത്വേന ഒരു അമ്മ പറ്റ ഉദരം തന്നെ വേറല്ലേ? ആ ഒരു വയറിൽ നിന്ന് പ്രസവിക്കുന്നവരല്ലേ സഹോദരൻ. അപ്പൊ ജാതിപരമായ അതുപോലെയുള്ള വ്യത്യാസങ്ങളില്ലാതെ സമത്വത്തോടെയും മതകലഹം പോലുള്ള വിദ്വേഷങ്ങളില്ലാതെ സഹോദരത്തോടെയും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ആര് സ്വപ്നം കണ്ടത്?
ഗുരുദേവൻ അത് നേരത്തെ പറഞ്ഞതാണ്. കാരണം ഒരു ജാതിയിലേക്ക് ഒരു മതത്തിലേക്ക് മനുഷ്യൻ പോകില്ല. ലോകത്തിലുള്ള സകല ആരാധനാ സമ്പ്രദായങ്ങളും നിർത്തിയിട്ട് നാളെ മുതൽ എല്ലാവരും ഒരൊറ്റ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വരുമോ? അതുപോലെ തന്നെയല്ലേ ജാതി. അത് മനസ്സിലായല്ലോ. അപ്പൊ പ്രായോഗികമായി ഗുരു എന്ത് ചെയ്തു? ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ എന്തായി തീരും? ഒരു ജാതിയുള്ള പോലെ ആയില്ലേ? ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ ആയില്ലേ? സഹോദരനുണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ അങ്ങനെയല്ലേ? അതാണ് ഗുരു കണ്ടത്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിൽ ഗുരു ഉപയോഗിച്ച രീതി എന്താണ്? അതിന് ഉപയോഗിച്ച മാർഗം അറിവാണ് ഉപയോഗിച്ചത്. അത് ശ്രീനാരായണ ഗുരുദേവൻ നേരത്തെ പറഞ്ഞ മരുത്വമലയിൽ തപസ് ചെയ്തു എന്ന് അറിയാലോ. ആ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നേടുക, ബോധോദയം നേടുക എന്നൊക്കെ നമ്മൾക്ക് അറിയാവുന്ന ഒരു ഭാഷ. അങ്ങനെ അനുഭവിച്ചതിനെ കുറിച്ച് ഗുരുദേവൻ ഗുരുവിന്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. ഒരു കോടി ദിവാകരൊത്തുയരുംപടി പാരൊടു നീരനരാദികളും കെടുമാറു കിടന്നു വരുന്നൊരു നിൻപടി വെന്നും ഇരുന്നു വിളങ്ങിടണം. സമയക്കുറവുണ്ടട്ടെ, കുറച്ച് സ്പീഡിൽ പറയുന്നത്. എന്താണ്? ഒരു കോടി ദിവാകരൊത്തുയരുംപടി പാരൊടു നീരനലാദികളും കെടുമാറ് പിളർന്നു വരുന്നൊരു നിൻപടി വെന്നും ഇരുന്ന് വിളങ്ങിടണം. ഒരു കോടി ദിവാകരൻ സൂര്യൻ. ഒരു കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ ആ പ്രകാശത്തെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നും വേണ്ട, നിങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ലോറി ഇങ്ങോട്ട് അതിന്റെ ലൈറ്റിൽ പെട്ടാൽ വേറെ എന്തെങ്കിലും നിങ്ങൾ കാണാം. നമ്മൾ വണ്ടി പോകുമ്പോൾ കണ്ടിട്ടില്ലേ, മുന്നിൽ പെടുന്ന പൂച്ച അല്ലെ കാട്ടുമൃഗങ്ങൾ ഓടൂല. എന്താ കാരണം? ആ ലൈറ്റിൽ വേറെ ഒന്നും ഒരു കാണാൻ പറ്റത്തില്ല. ഏകദേശം അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഊഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഭാഷ കൊണ്ടൊന്നും അത് വിസ്തരിക്കാൻ പറ്റത്തില്ല ഈശ്വരന്റെ എന്താ പറയാ പ്രത്യക്ഷപ്പെടാൻ. എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ പറഞ്ഞ ഒരുപാട് സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെയുള്ള ഒരു പ്രഭാപൂരമാണ് ഈശ്വരനെ തിരിച്ചറിഞ്ഞപ്പോൾ. അങ്ങനെ അറിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നത് അതിൽ വിനയം പ്രാപിക്കുക, സമാധിയാകുന്നത് പോലെയൊക്കെയാണ് സന്യാസിമാരുടെ അവസാനത്തെ ഒരു പോക്ക്. അതിന് അങ്ങനെ പോവാണ്. പക്ഷെ ഗുരുദേവൻ അതല്ല പറഞ്ഞത്. ഗുരുദേവൻ എന്ത് ചെയ്യുന്നറിയാമോ? കട്ടം ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ബുദ്ധിട്ടോ ദിഷ്ടശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. അതിന് മുമ്പേ പറയുന്നുണ്ട്, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി നിരകരൻ ഉദയം ചെയ്തു എന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ സമയമില്ല പറയുന്നില്ല. അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം പറയാം. കട്ടം ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ബുദ്ധിട്ടോ ദിഷ്ടശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. എന്തെങ്കിലും പിടികിട്ടിയോ? ഇല്ലേ? സുബ്രഹ്മണ്യ കീർത്തനത്തിലുള്ളതാ. സുബ്രഹ്മണ്യ കീർത്തനം വീട്ടിൽ ബുക്കുണ്ടെങ്കിൽ വായിച്ചോട്ടോ. ഇപ്പൊ നമ്മൾ ഒന്ന് കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒന്നുകൂടെ മനസ്സിലാക്കാറോ. പിന്നെ അടുത്ത കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഇതിൽ എന്താ മനസ്സിലായത്? നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും സഹോദരൻ. ഇപ്പൊ പറയണം, അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പറയാൻ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ അതെന്താണ് ആളുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കഷ്ടം? ദീനം എന്ന് പറഞ്ഞാൽ എന്താ? ദീനം അസുഖം. പിന്നെ മധുര മധ്യതിരുതാങ്കൂർ പോയിട്ടേ കുടിയെന്ന്. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? പഴയ കാലത്തെ മനുഷ്യന്റെ ഏകദേശം എല്ലാവരും അത്യാവശ്യമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു അസുഖം ബാധിച്ചും ഇച്ചിരി കഴിച്ചും ഒക്കെ അതിന്റെ കുറിച്ച് ചെറുത്ത് നിർത്താൻ പറഞ്ഞത് ശരിയല്ലേ? ആണോ? പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന മദ്യം എന്ന് പറയുന്നത് ഈ ഒറിജിനൽ കള്ള് തെങ്ങിയത് അത് മാത്രമല്ല, പിന്നെ മോഹമാകുന്ന മദ്യമുണ്ട്. അതുകൂടി പറഞ്ഞു. ഗുരു കണ്ടത് വെറും മദ്യം കുടിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെയാണ് മോഹമദ്യം. എന്താ ഈ മോഹമദ്യം? ഈ ബുദ്ധദേവൻ പറഞ്ഞിട്ടില്ലേ എന്തായിരുന്നു? ആഗ്രഹങ്ങളാണ് സങ്കടങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞത് സാർ പറയുന്നു. എന്താ പറഞ്ഞത്? അങ്ങനെയല്ലേ എന്താ? ആഗ്രഹങ്ങളാണ് മനുഷ്യ ദുഃഖങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാർത്ഥ രാജകുമാരൻ കണ്ടുപിടിച്ചില്ലേ? കൊട്ടാരം കൊണ്ടുപോയിട്ട് അതൊക്കെ പറയുന്നല്ലേ? അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? മനുഷ്യനെ മദ്യം കുടിച്ചും അല്ലാതെ അസുഖം അന്ന് ദാരിദ്ര്യത്തിന്റെയും ഇടിയും ചവിട്ടും കൊണ്ട് ചെളിയിൽ പണിയെടുത്ത് കുളിക്കാൻ പോലും അവസരമില്ലാതെ രാവ് പോലും ജോലി ചെയ്ത് ദീനം പിടിച്ച് അസുഖബാധിതരായി കിടക്കുന്ന ജനത. അതേപോലെ തന്നെ മദ്യം കുടിച്ചതുപോലെ തന്നെ മോശം. അതുപോലെ ആഗ്രഹങ്ങൾ, ഒരു ജീവിതത്തിൽ ഒരാഗ്രഹവും നേടാതെ അതിന്റെ സങ്കടം എല്ലാം കൂടെ ചേർന്ന് ദീനം പിടിച്ച് കിടക്കുന്ന ജനതയെ അറിവാകുന്ന തീർത്ഥത്തിൽ മുക്കി എനിക്ക് അവരെ പൊക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പരമാത്മ ചൈതന്യത്തിലേക്ക് തൽക്കാലം വന്നു ചേരുന്നില്ല എന്ന് ആര് പറഞ്ഞു? സുബ്രഹ്മണ്യ കീർത്തനത്തിലൂടെ ഭഗവാൻ ശ്രീനാരായണ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ എന്താ വെളിപ്പെടുത്തിയതിന്റെ വേഗം പറഞ്ഞൊരർത്ഥം? ഈ ജനസമൂഹത്തെ ആകമാനം അറിവ് പകർന്നു നൽകി അവരെ എനിക്ക് സമൂഹത്തിൽ മുൻനിരയിൽ കൊണ്ടുവന്ന അവരുടെ സങ്കടങ്ങളെ, അതിനാണല്ലോ ഞാൻ അവതരിച്ചത്. നേരത്തെ പറഞ്ഞ സമത്വസുന്ദരമായ ലോകം വേണ്ടേ, സന്തോഷപരമായ സഹോദരന്മാരെ പോലെ ഞാൻ ജീവിക്കട്ടെ. അതിന് ഞാൻ എന്ത് ചെയ്യണോ അതും കൂടി എനിക്ക് ചെയ്യാനുണ്ട് എന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ചെവിയിൽ തീർത്ഥാടനത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ കൃഷ്ണൻ റൈറ്ററും പിന്നെ വൈദ്യരും കൂടി ചേർന്ന് ചോദിക്കുമ്പോൾ 1928 ഞാനിപ്പോ 98 വർഷമേ ആയിട്ടില്ല. ആ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദീകരണമൊക്കെ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ തീർത്ഥാടനത്തിന് ആവശ്യപ്പെടുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു? 10 ദിവസത്തെ വ്രതം. പിന്നെയോ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി. അതേതാ പറയും? പഞ്ചശുദ്ധി പലതും പറയുന്നത്. അതിന് ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി എന്ന് പറയുന്നത്, പഞ്ചശുദ്ധി പറഞ്ഞത് മനസ്സ്, ഭക്ഷണം,
ആദ്യം പറയുന്നത് ശരീരം, മനസ്സ്, ഭക്ഷണം, വാക്ക്, പ്രവൃത്തി. പിടികിട്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ശരിയായില്ലേ? മറ്റേ ആസനം, ആശയം, വസ്ത്രം, ഇതിൽ വസ്ത്രം പറയുന്നില്ല. അപ്പൊ ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇത് പെടൂലേ? അപ്പൊ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. പിടികിട്ടിയോ? വിശദീകരിക്കുന്നില്ല കേട്ടോ, നേരല്ല. അപ്പൊ ഈ ശുദ്ധിയോട് കൂടി 10 ദിവസത്തെ വ്രതം എടുത്ത് നമ്മൾ ചെല്ലണമെന്നാണ്. പിന്നെ ചോദിച്ചത്, നിങ്ങളെല്ലാവരും പൈസ മുടക്കി എല്ലാവരും കൂടെ വന്ന് ചുങ്കിരിയിൽ വന്ന് ശാരദയെ വണങ്ങി പ്രാർത്ഥിച്ച് സമാധി മണ്ഡപത്തിൽ കയറി പ്രാർത്ഥിച്ച് സമാധി മണ്ഡപം പണിത് കൊടുത്താൽ MP മൂത്താടൊക്കെ ആട്ടോ, പറയാൻ നേരമില്ല. പിന്നെ നമുക്ക് ഇവരായിട്ട് പറഞ്ഞ നിങ്ങൾ കൊടുക്കണം കേട്ടോ, അത് നോക്കി പറഞ്ഞു കൊടുക്കണം. MP മൂത്താടത്തെ മറന്നുപോയാൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ എല്ലാ പുണ്യവും പോകും. കാരണം MP മൂത്താട് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാത്വികനായിട്ടുള്ള രവിയേട്ടനെ പോലെയുള്ള നല്ലൊരു മനുഷ്യൻ, ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തനായിരുന്നു. ഗുരുവിനെ ചെന്ന് കണ്ടിട്ട് ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്തപോലെ വർക്ക് ചെയ്തിട്ട് കിട്ടിയ 5 വെള്ളി രൂപയിൽ 5 ഗുരുവിന് ദക്ഷിണ വെച്ചപ്പോൾ അതിൽ 3 എണ്ണം തിരിച്ചു കൊടുത്തിട്ട് നമുക്കുള്ളത് നാം എടുത്തു. കൂത്താടത്തിനുള്ളത് പാറാൻ പേര്, പാറാനുള്ളത് ഞാനും എടുത്തു, നമുക്കുള്ളത് നിനക്കും തരുമെന്ന് പറഞ്ഞാൽ 3 വെള്ളി നാണയം